മുത്തുമണി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചേച്ചി ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. അതിനായിട്ട് മുന്നേക്ക് കാര്യം പറയുള്ളത്, ഞാൻ ഇതിൽ പറയുന്നത് എനിക്ക് തോന്നിയ കാര്യമാണ്. അതിൻ്റെ മാത്രം എനിക്ക് തോന്നിയതാണ്. അത് എൻ്റെ ശരിയാവില്ല, നിങ്ങളുടെ ശരി. അപ്പോൾ അതുകൊണ്ടാണ് മുൻകൂട്ടി പറയാൻ കാരണം. അപ്പോൾ ചേച്ചി എന്താ പറയണമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, നോക്കിയിട്ട് വരാം. ഹായ്, ഞാൻ അപ്സ കേരജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. അതിന്റെ കമന്റ്സിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ചോദിക്കത്തില്ല. എന്താ? അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു. അത്രേ ഉള്ളൂ, ഇട്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് ഉണ്ടല്ലേ, അപ്പൊ അതിൽ പറയണില്ലേ, എന്ത് ചേച്ചി പറയണില്ലേ, ഞാൻ അയാൾക്കുള്ളത് അവിടെ തന്നെ കൊടുത്ത്, പിന്നെ അവിടെ വെച്ച് തീർന്ന പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ചോറും ആൾക്കാർക്ക് അറിയാം. പിന്നെ അതിൽ വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ കമന്റ് ഇടുന്ന ആൾക്കാരാണ് ഇതിനെക്കാട്ടിയും വല്ലാത്ത ക്രിമിനല്. അതുപോലെ തന്നെ ആ ബസ്സിലിരുന്ന ആള് പാവായിരുന്നത്, അത് നിങ്ങൾക്ക് ഇപ്പോഴാണ് തോന്നിയത്. പിന്നെ അതിൽ വേറെ കുറെ വീഡിയോസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ പകുതിയല്ലേ കണ്ടിട്ട്, എന്താ ഫുള്ള് ഇടാഞ്ഞപ്പോ? എന്താ പകുതി ഇട്ട്? ഫുള്ളായിട്ട് ഇടണ്ടായിരുന്നു. ഈ പകുതി മാത്രം ഇടുന്നത്, അപ്പൊ ഫുള്ളായിട്ട് ഇടായിരുന്നില്ലേ? അത് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് പിന്നെ തെറ്റല്ലാണ്ട് പിന്നെ ശരി തോന്നുമോ? പിന്നെ ഇതിൽ വേറെ ചേച്ചി ഒരു കാര്യം പറയണ്ടേ, അത് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. അതും കൂടി കേൾക്കാം. അത് കേട്ടപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നി. നമുക്ക് കേൾക്കല്ലേ? നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് വന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ? അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം വിഴുങ്ങിയിരുന്നേന്ന് ചോദിക്കൂ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എന്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ. നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കൂ. പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും പറയണം തോന്നി. കാരണം ബസ്സിൽ ഇപ്പൊ കയറി പോണത് സേഫ് അല്ല, രാജ്യം വിട്ടുപോയിക്കോ. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇവിടെ വർഷങ്ങളായിട്ട് ബസ്സിൽ തന്നെയാണ് ഈ പണിക്ക് പോണ ചേച്ചിമാരും അതുപോലെ സ്കൂളിൽ പോണ മക്കളും ഒക്കെ പോണത്. പിന്നെ നിങ്ങൾക്ക് അത്ര വിശ്വാസമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, തിങ്കൾ മുതൽ വെള്ളി വരെ, കാരണം ഞായറാഴ്ച പോയി നോക്കരുത്. അതാ പറഞ്ഞ് എവിടെയെങ്കിലും ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കുക. കാലത്ത് ഒരു 8:30 മണിയാകുമ്പോൾ ഇഷ്ടം മാതിരി മക്കള് ആ ബസ്സിൽ കയറി പോകണമൊക്കെ കാണാൻ പറ്റും. അതേപോലെ ജോലിക്ക് പോണ ചേച്ചിമാരും. കാരണം ബസ്സിൽ കാല് കുത്താനടക്കം സ്ഥലം ഉണ്ടാവില്ല, അത്രയധികം ആൾക്കാരാണ് അതിൽ പണിക്ക് പോണത്. അതുപോലെ സ്കൂളിലേക്കും കോളേജിലേക്കും ആയിട്ട് പോണത്. പിന്നെ നിങ്ങൾ ആ വർത്തമാനം പറയരുത്. അതുപോലെ ഞങ്ങൾ പറഞ്ഞല്ലോ, അമ്മമാരും അങ്ങന്മാരൊക്കെ ഇല്ലേന്ന്. ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് ഞങ്ങളോട് വന്ന് പറഞ്ഞാലും ബസ്സിലുള്ള ആൾക്കാരോട് പറഞ്ഞാലും അത് അപ്പളേ തീർക്കും. അത് അപ്പളേ അവസാനിക്കും. അല്ലാണ്ട് ഇത് പകുതി 3 സെക്കൻഡ് 4 സെക്കൻഡ് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പിന്നെ അത് റീച്ചിന് വേണ്ടിയിട്ടല്ല, അത് ഞാൻ വെറുതെ ഇട്ടതാണ് എന്ന് പറയരുത്. അത് അവിടെ വെച്ച് അവസാനിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് അവസാനിച്ച്. പിന്നെ അത് ഇട്ട് ഇത്രയും വൈറലാക്കി വെച്ചിട്ട് പിന്നെ അത് ഇന്ന ട്രോളുണ്ട് എന്ന് പറയണത് ഞാനല്ല. പിന്നെ നിങ്ങൾ ബസ്സിൽ കാണുന്ന കാര്യങ്ങൾ പറയത്തിട്ടാ. നിങ്ങൾക്ക് കാലിന് വല്ല കുഴപ്പമില്ല, അങ്ങ് വന്ന് നോക്കുക. നാളെ തിങ്കളാഴ്ചയാണ്, അപ്പോൾ വന്ന് നോക്കുക ബസ്സിൽ എത്ര അധികം ആൾക്കാർ കയറുന്നുണ്ട്. ഓക്കെ, ബൈ ബൈ.